കാര്യവട്ടത്ത് വലിയ കളിയാവേശം നടക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ അവസാന T20 മത്സരത്തിൽ ഇന്ത്യ പുരാൻ ഇറങ്ങുമ്പോൾ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന വിവരം കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു. ഒപ്പം ഇന്ത്യക്കാണ് ആദ്യ ബാറ്റിംഗ് എന്നും നമ്മൾ അറിഞ്ഞു. ഇനി അവിടെ ഒരു ബാറ്റിംഗ് പൂരം നടക്കാൻ പോവുകയാണ് എന്ന പ്രതീക്ഷയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഉള്ളത്. എന്തായാലും ഇന്ന് ചോദ്യങ്ങളെല്ലാം സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാകുമെങ്കിൽ എത്രയായിരിക്കും സഞ്ജു നേടുന്ന റൺസ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ എന്തായിരുന്നു ആൾക്കാർ പ്രതികരിച്ചത് എന്ന് നോക്കാം. നമ്മുടെ നാട്, അതായത് തിരുവനന്തപുരത്ത് ഈ കാണുന്ന ആരാധകർ, അതായത് ക്രിക്കറ്റ് പ്രേമികളെല്ലാം എത്തിയിരിക്കുന്നത് സഞ്ജുവിന്റെ ഈ ഒരു മത്സരം കാണാൻ തന്നെയാണ്. കാരണം സഞ്ജു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോമിലില്ല, പ്രതീക്ഷിച്ച പോലെ ഒരു ഫോമിലേക്ക് വരുന്നില്ല. പക്ഷേ ഇന്ന് മത്സരം നടക്കുന്ന സഞ്ജുവിന്റെ സ്വന്തം നാട്ടിലാണ്. അപ്പോൾ സഞ്ജുവിന്റെ ഒരു വിളയാട്ടം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരെല്ലാം എത്തിയിരിക്കുന്നത്. ഇത് വിളപ്പിശാലയിൽ നിന്നുള്ള ഒരു സംഘമാണ് ഇന്നത്തെ ഈ മത്സരം നേരിട്ട് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയുടെ മത്സരം, പ്രത്യേകിച്ച് സഞ്ജുവിന്റെ ഒരു വിളയാട്ടം നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സഞ്ജു നല്ല രീതിയിൽ ഇന്ന് കളിക്കും. 4 മത്സരങ്ങളും സഞ്ജു നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിലും പോലും ഇന്ന് നല്ല രീതിയിൽ കളിക്കും. നല്ല വിക്കറ്റാണ് ഇവിടുത്തെ. നല്ല രീതിയിൽ കളിക്കും സഞ്ജു. ഒരു ചെറിയ പൈൻകുട്ടിയുണ്ട്. മോന് ക്രിക്കറ്റ് കാണാൻ വേണ്ടി എത്തിയതാണ്, ഇന്നത്തെ മത്സരമാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് നോക്കുന്നത് എന്താണ്? ആരുടെ ഒരു പ്രകടനത്തിനാണ് കാത്തിരിക്കുന്നത്? സഞ്ജുവിന്റെ തന്നെയാണ്. എന്ത് സഞ്ജു ഇന്ന് എത്ര റൺ എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്? ഒരു 50-60. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് ഇന്നത്തെ കളിയിലൂടെ സഞ്ജു ലോകകപ്പിൽ 1-ാം നിരയിലേക്ക് എത്തും. ലോകകപ്പിൽ അവസരമുണ്ട് എങ്കിൽ പോലും അതിന് അവസരം കിട്ടാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഇവിടുത്തെ ഈ മത്സരം മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ 50 എന്തായാലും ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് എത്ര റൺസ് സഞ്ജു അഴിച്ചെടുക്കും എന്നതാണ് പ്രതീക്ഷ. ഏതായാലും കളി നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ഒടുവിൽ ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ പറയുന്ന പല പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂസിലാൻഡ് ടീമിൽ വരുത്തിയ മാറ്റങ്ങളാണ്. 4 മാറ്റങ്ങളുമായാണ് ആ ടീം ഇത്തവണ ഇറങ്ങുന്നത്. ഇന്ന് മത്സരത്തിനിറങ്ങുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ടീം പ്ലേയിങ് 11 ഇങ്ങനെയാണ്. ടീം സെഫിലുണ്ട്, ഫിൻ അലൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു കോൺവെയ്ക്ക് പകരമായാണ് ഫിൻ അലൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രച്ചിൻ രവീന്ദ്രയുണ്ട്, ഗ്ലെൻ ഫിലിപ്സ് മൈ ഫേവറേറ്റ് ആണ്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ജോൺ ടി റോഡ്സിന് ശേഷമൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഫീൽഡിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കളിക്കാരനാണ്, മാജിക് കളിക്കാരനാണ് ഗ്ലെൻ ഫിലിപ്സ്. അതുപോലെ ഡാരൽ മിച്ചൽ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആരാധകരുള്ള മറ്റൊരു താരമാണ്. വെവൻ ജേക്കോബ്സ് ഉണ്ട്, മിച്ചൽ സാറ്റ് ദ ക്യാപ്റ്റൻ, ഹീൽ ജാമീസൺ, ഷോദി ഉണ്ട്, ലോക്കി ഫെർഗൂസൺ ഉണ്ട്. ലോക്കിയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല, ഇത്തവണ വീണ്ടും ആഡ് ചെയ്തതാണെന്ന് പറയുന്നു. അതുപോലെ ജേക്കബ് ഡഫി ഉണ്ട്. അങ്ങനെ അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ താരങ്ങളൊക്കെ വന്ന് അവരുടെ പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ട് കാണാനുള്ള അവസരം കൂടിയാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് പറയുന്നത് എന്തുകൊണ്ട് ടോസ് നേടിയ ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഇന്നലെ രാത്രി അടക്കം അവിടെ ഡ്യൂ ഫാക്ടർ, അതായത് മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയാണ് പിച്ചിന്റെ ഒരു നിലവാരം എന്തെന്നും കൂടി മനസ്സിലാക്കിയാണ് ആദ്യം ബാറ്റ് തെരഞ്ഞെടുത്തതെന്നാണ് സൂര്യകുമാർ യാദവ് അതിന് നൽകുന്ന ഒരു വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.